இது எங்க ஊர்ல கரிப்பட்டின்னு சொல்லுவாங்க. கரிப்பட்டி மீன். இந்த கேரட் நம்ம குடிச்சிருக்கோம். இருக்கு. இது வந்து புளிய கூடாதுன்னு தடை பண்ணிருக்காங்க. കന്നി നാരങ്ങച്ചാറും പിന്നെ നമ്മുടെ ചൂര ചുക്കിയമാണ്ടിയാണ്. രാവിലെ തന്നെ നമ്മുടെ നാഗരാജണ്ണൻ നല്ല കിടിലൻ കേരി എടുത്തിട്ട് ചുക്ക വെക്കാനായിട്ടുള്ള പരിപാടിയുണ്ട്. എന്താണ് ചുക്കയെന്നല്ലേ, ഇതുപോലത്തെ ബോട്ടിൽ പോകാൻ നേരത്തുള്ള മെയിനായിട്ടുള്ള ഒരു ഡിഷാണ് മീൻ ചുക്കാട്ട. അപ്പോൾ അതേ മീറ്റ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള വേസ്റ്റ് എല്ലാം നേരെ കടലിലേക്ക് തട്ടിയിടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കന്നിയും അതുപോലെ ചൂര ചുക്കയുമാണ് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കുറച്ച് വറ്റൽമുളകും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ മീനും ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചൊടച്ച് ചെറിയൊരു ചമ്മന്തി പോലെ ആക്കണേണ് ഈ മീൻ ചുക്ക എന്ന് പറയുന്നത്. അധികം മസാലകളൊന്നും ഇടൂലട്ട. ഉപ്പ്, പിന്നെ അതുപോലെ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മസാല എന്ന് പറയുന്ന ഒരു പാക്കറ്റിനകത്ത് തന്നെ ഒരു സംഭവമുണ്ട്. അത് ഞാൻ ഇവിടെ ഇവരുടെ കണ്ടാണ്ട് അത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ അധികം മസാലകളുടെ ആവശ്യമില്ല. ഇത് മൂന്നും ഇട്ടാണ് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ചുക്ക റെഡി ആയിട്ട് തന്നെ കേട്ടോ. അങ്ങനെ നമ്മുടെ വലയെടുത്ത് കഴിഞ്ഞ് ഇന്നലെ രാത്രി 10:30 തുടങ്ങിയാണ് വലയെടുക്കാനായിട്ട്. ഇപ്പോഴാണ് കഴിഞ്ഞത്. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ട് അല്ലേ? എന്നാ പേസ്? நாங்கள் நைட்டு எப்படியும் 10:45 வலை பிடிக்க ஆரம்பித்தோம். இப்போ மணி 9 மணியாச்சு. 9 மணி ஆகிட்டு இவ்வளோ நேரம் இழுத்துருக்கோம். சொல்லு போய் சாப்பிடு. கஞ்சியும் மீன் சுக்காயும் இருக்கு. சாப்பாடு எங்களுக்கு ரெடி ஆகிருக்கு. நாங்கள் போய் சாப்பிட போகிறோம். இன்னைக்கு ஸ்பெஷல் எப்படின்னா கஞ்சி அப்புறம் சூரை தொக்கு. அதனால நானும் சொல்லிட்டு இருக்கேன் உங்களுக்காக. வாங்க. അപ്പോൾ നല്ല കന്നിയും നാരങ്ങച്ചാറും പിന്നെ നമ്മുടെ ചൂര ചുക്കിയമാണ്ടിയാണ്. അപ്പം കന്നിയാണ്. ഞാൻ വെള്ളം എടുത്തില്ല. ഇവരൊക്കെ അതേ കണ്ട അതിലേക്ക് നോക്കി കാണിച്ചു കന്നിയണ്ട. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറേ പൊടിയൊക്കെ ഇട്ടുണ്ടായി. എന്താ ടേസ്റ്റ് എന്നറിയില്ല. നമുക്ക് കഴിച്ചു നോക്കാം. കൊള്ളാം, അടിപൊളിയാണ്. വലയെടുത്ത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഉറങ്ങാട്ടോ. ഉറങ്ങലെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നേരമൊന്നുമില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉറങ്ങാനായിട്ട് വിടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ വലയിനകത്ത് ഓട്ടമുള്ളതെല്ലാം അടച്ച് നമ്മൾ തുന്നി വല അടക്കണം. അപ്പോൾ ഞങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 ഷിപ്പ് പോകണേണ്ടി കാണുന്നത് കണ്ട. ഒരെണ്ണം യൂക്കർ എന്ന് പറയുന്ന ഒരു കാർഗോ വെസലാണെന്നുണ്ട്. അതുപോലെ ഒരു നമ്മുടെ ചെറിയൊരു കണ്ടെയ്നർ ഷിപ്പും പോകുന്നുണ്ട് കോസ്കോൻ്റെ. നോക്കി കണ്ട. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വലയിടാനായിട്ട് ആരംഭിച്ചിട്ട് ഇത് നോക്കിയേ. ഈ കാണുന്ന മൊത്തം വല നമ്മളിന്ന് കടലിലേക്ക് ഇടോട്ടെ.
ஜென்னி இருங்க എട്ടര മണിയായിട്ടുണ്ടാവും. 8:30 മണിയായപ്പോഴേക്കും ഏകദേശം നമ്മുടെ വല ഇട്ട് കഴിഞ്ഞിട്ട് മൊത്തം ഇനി ഒരു 2.5 മണിക്കൂർ നമുക്ക് ഉറങ്ങാം. അത് കഴിയുമ്പോഴേക്കും വല വീണ്ടും എടുക്കണം. രാത്രി ഒരു 11:30 മണിയായപ്പോഴേക്കും നമ്മൾ വല പിടിക്കാനായിട്ട് ആരംഭിച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് വല നമ്മുടെ വീഞ്ചിനകത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാണുന്നത്. பாருங்க ஃப்ரெண்ட்ஸ், எல்லாரும் கடந்த 1 மணி நேரமாக இழுத்துக்கிட்டு இருக்கோம். அலையில் ஒரு மீன் இன்னும் வரல. வந்த உடனே உங்களுக்கு காமிக்கிறேன் ஃப்ரெண்ட்ஸ். വേണ്ടിക്കங்க மீன் வரணும். നമ്മുടെ നാഗരാജ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു മീൻ പോലും വലയിൽ വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ ആദ്യത്തെ സെറ്റ് വലയിനകത്ത് ഒരു മീൻ പോലും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റിനകത്ത് 2 ചൂര വന്നിട്ടുണ്ടായിരുന്നട്ടാ. കണ്ട, ചൂരയും കേരയും മിക്സ് ആയണോ തന്നെ. അതുപോലെ ചെറിയൊരു കോലാനയും കിട്ടിയാണ്. അത് ആ സൈഡിലിട്ടുണ്ട്. இருக்கு. இது வந்து பிடிக்கக்கூடாதுன்னு தடை பண்ணியிருக்காங்க. அதனால நம்ம இதை கடலில் விட்டுருவோம். போயிட்டு வா, டாட்டா. ஆமாம் ஃப்ரெண்ட்ஸ், அதை பிடிக்கக்கூடாதனால தடை பண்ணியிருக்காங்க. அதனால் அதை விட்டுருவோம். മയില് ഇതാണ് നമ്മുടെ ഓലക്കൊടിയൻ. ഇവർ മയിലെന്നാണ് പറയണ. ഓലക്കൊടിയനും അതുപോലെ സ്രാവും പിന്നെ കുറച്ച് ചൂരയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓരോ സെറ്റ് വലയിനകത്ത് ഓരോന്നാണ് തന്നെ. അത് കഴിഞ്ഞ് അടുത്ത സെറ്റിനകത്ത് 3 ഓലക്കൊടിയൻ വന്നിട്ട് നമുക്ക് കണ്ട. ചെറിയ രീതിയിലുള്ള തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യാൻ പോയണമെന്ന് അറിയില്ല ഇനി. എപ്പോൾ മീൻ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, നമുക്ക് എപ്പോഴും ഇതുപോലെ വീഡിയോ ഓണാക്കി വെക്കാനും പറ്റില്ല. ഫോണിൻ്റെ ചാർജ് തീർന്നു. അപ്പം മീൻ വന്ന് കയറി ചില സമയങ്ങളിൽ കറക്റ്റായിട്ട് കയറി വന്നിട്ടും ചില സമയങ്ങളിൽ ഇതുപോലെ വലയിൽ നിന്ന് എടുക്കണ കിട്ടുകൊണ്ടാണ്. അപ്പോൾ അതേ പയ്യെ നേരം വെളുത്തു തന്നെ. എന്നാലാ എല്ലാവരും നല്ല ഉഷാറോടെ പണിയെടുത്തുകൊണ്ടിരിക്കണേണ്ടി ഈ കാണുന്നത്. உடனே சூடு இது நீங்க மேல போக
അവസാനത്തെ സെറ്റ് വലയെടുക്കാനായിട്ട് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ കുറച്ച് അപ്പുറമാണ് നമ്മുടെ ആ ഒരു വലയുടെ കൊടിക്കമ്പ് കിടക്കണത്. കൊടിക്കമ്പിനകത്ത് റഡാർ ഉണ്ടാവും. അപ്പോൾ ആ റഡാർ ഉള്ളതുകൊണ്ട് എവിടെയാണ് കിടക്കണമെന്നുള്ള GPS-നകത്ത് കാണിക്കോട്ടെ. അപ്പൊ മീനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. എന്റെ കയ്യില് 2 മീനുണ്ട്. ഇതൊന്ന് അതുപോലെ ഇതിനധികം കണ്ടിട്ട് നല്ല വെച്ചിട്ടുണ്ട് അതേതൊന്നും. അപ്പൊ ഇതിനെ നമ്മ ചൂരാന്നാണ് പറയണത്. അതുപോലെ ഇതിനെ കേരാന്ന് പറയും. ചിലവർ ചോദിക്കാറുണ്ട് ചൂരയും കേരയും ഒന്നാണ്. അല്ല, രണ്ടും 2 മീനാണ്. അപ്പൊ ഇതിനെ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ശരീരത്തിൽ ഇതുപോലെ ലൈൻ ഉണ്ടാവും. ഇതിനങ്ങനെ ലൈൻ ഉണ്ടാവില്ല കേട്ടോ. ഇതിനെ നമ്മ യെല്ലോ ഫിൻ ടൂണ എന്ന് പറയും. അതുപോലെ ഇത് സ്കിപ്പ് ജാക്ക് ടൂണ. യെല്ലോ ഫിൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇവിടുത്തെ ഫിൻസ് കണ്ട. ഇത് യെല്ലോ കളർ അതിന്റെ പേരിലുണ്ട്. അവിടെ ബ്ലൂ വരെയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ഫിൻ ടൂണ എന്നാണ് പറയണത്. അത് പക്ഷെ നമ്മുടെ ഇവിടുത്തെ കടലിൽ അങ്ങനെ കിട്ടാറില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചൂരനയിലും ഡിമാൻഡ് കൂടുതൽ തന്നെ കേരക്കാണ്. ടേസ്റ്റും കേരക്കാണ്. ചൂരൊട്ടും മോശമല്ല കേട്ടോ. മീൻ വാങ്ങുമ്പോഴേക്കും ഒന്ന് സൂക്ഷിച്ചു വാങ്ങാം. കേരയാണെന്ന് പറഞ്ഞ് ചൂരയിലാരും പറ്റിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, സ്റ്റോർ റൂമിൻ്റെ കാര്യത്തെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ബോട്ടുകളുടെ സ്റ്റോർ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് എയർ പുറത്തേക്ക് പോകില്ല, എയർ ടൈറ്റ് ആയിരിക്കുള്ളൂ. ഒരു മീൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചീത്തായി ഒന്നും പോകില്ല കേട്ടോ. ഈ ബോട്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട, നല്ല കൂളിംഗ് ആണ്. ഉള്ളിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മിങ്ങനെ വിറച്ചോണ്ടിരിക്കട്ടെ. അപ്പോൾ അതായത് നമ്മൾക്ക് കിട്ടിയ മീനുകളെല്ലാം സാധാരണ ഇപ്പോൾ സ്റ്റോർ ചെയ്യല ചെയ്തേക്കണം, അടിയിൽ വെറുതെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ഉള്ളിൽ പിന്നെ സ്റ്റോർ ചെയ്യുമ്പോൾ തട്ട് വെച്ച് ഓരോരോ സ്റ്റെപ്പർ വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ചൂരയും അതുപോലെ വലിയ വലിയ മീനുകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോയി നമുക്ക് വില കിട്ടില്ല. ചീത്തായി പോയാൽ മീൻ ഉടഞ്ഞു പോകും. അപ്പോൾ അതിന് മുന്നേ ഐസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഈ കാണുന്നത്. இது வந்து இங்கிலீஷ்ல டியூனா ஃபிஷ்னு சொல்லுவாங்க. இப்போ இந்த கேரை நம்ம பிடிச்சிருக்கோம். பாருங்க ஃப்ரெண்ட்ஸ், இந்த மீன் தான் பெரிய ஓலை மீன். இந்த மாதிரி மீன் எல்லாம் பார்க்கணும்னா இனிமே இந்த கடல் மக்கரி சேனலை சப்ஸ்கிரைப் பண்ணுங்க, லைக் பண்ணுங்க, ஷேர் பண்ணுங்க. நீங்க அப்படியே கழுத்தை இதா சூரை, அது சூரை, அது கேரை. இது எங்க ஊர்ல கரிப்பட்டின்னு சொல்லுவாங்க. கரிப்பட்டி மீன், கரிப்பட்டி சடையன். இது வந்து மலையாளத்துல கருப்பட்டின்னு சொல்லுவாங்க போல. பாருங்க, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് കിട്ടിയ തിരിവെല്ലാം സാറ്റലൈറ്റ് ഫോണിലൂടെ നമ്മുടെ ഓണറിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്രാങ്ക്. പുള്ളിക്കാരൻ പറയുന്നതനുസരിച്ച് ഇനി നേരെ അടുത്തൊരു സ്ഥലത്തേക്ക്, അടുത്ത കാഴ്ചകൾ. ഓക്കെ, വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.